എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. പക്ഷേ അത് കുറച്ച് മാറ്റം ഉണ്ട് കേട്ടോ. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഇളനീർ ഷേക്കാണ്, പക്ഷേ ഞാൻ ചെയ്തിരിക്കുന്നത് ഇളനീർ ജ്യൂസാണെന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം വളരെ റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. നാട്ടിലാണെങ്കിൽ പ്രത്യേകിച്ചും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇവിടെയൊക്കെയാണ് നല്ല ഇളനീർ കിട്ടാൻ ബുദ്ധിമുട്ട്, കുറേ ദൂരെയൊക്കെ പോകേണ്ടി വരും എനിക്ക്. അതുപോലെ തന്നെ ഞാൻ ക്രിസ്മസ് സമയത്ത് ഇളനീർ പുഡിംഗ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഇളനീർ പുഡിംഗ് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷെ കുറേ പേര് കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. വളരെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ടാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പൊ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ്, പക്ഷെ ബിഹൈൻഡ് ദ സീൻ കുറച്ച് കൂടുതലാണ്, ക്ഷമിക്കുക. അപ്പോൾ റെസിപ്പി മാത്രം കാണുന്നുള്ളവർ അത് മാത്രം കണ്ടാൽ മതി. പക്ഷെ ബിഹൈൻഡ് ദ സീൻ കുറച്ച് പേർക്ക് ഇഷ്ടമാണ്, അപ്പൊ അവർ മാത്രം ബാക്കി കൂടെ കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഒട്ടും ആവശ്യമില്ല. നമുക്ക് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ ജ്യൂസ് തയ്യാറാക്കാൻ നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കരിക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. കരിക്ക് ഷേക്ക് എന്ന് പറയാൻ പറ്റില്ല ഈ സംഭവത്തിന്. ഷേക്ക് എന്ന് പറഞ്ഞാൽ പാല് ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഷേക്ക് എന്ന് പറയുള്ളൂ. അപ്പോൾ കരിക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കരിക്കിൻ്റെ കഴമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 കരിക്കിൽ നിന്ന് എടുത്ത കഴമ്പാണ്. ഞാൻ ബിഹൈൻഡ് ദ സീനിൽ ഇടുന്നുണ്ട് കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ആദ്യം ഇതിൽ പഞ്ചസാര ഇടുന്നില്ല. പഞ്ചസാര ഇല്ലാതെ അടിച്ചതിന് ശേഷം ആവശ്യമുള്ളവർക്ക് മാത്രം പഞ്ചസാര ഇട്ടാണ് കൊടുക്കുന്നത്. കാരണം ഇവിടെ ജാനും അമ്മയ്ക്കും അച്ഛനൊന്നും പഞ്ചസാര താല്പര്യമില്ല. സാധാരണ രീതിയിൽ പഞ്ചസാര ഇട്ടിട്ടാണ് കൊടുക്കാറ്. പഞ്ചസാര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഹണി വേണമെങ്കിൽ ചേർക്കാം. അതിനുവേണ്ടി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ആ ജാറിലോട്ട് നമ്മുടെ പൾപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഇച്ചിരി ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അളവൊന്നും കൃത്യമായിട്ട് എത്രയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഒരു 5 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും ഇത്. അതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആദ്യം തന്നെ ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഒരുമിച്ച് വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അരയാൻ കുറേ സമയം എടുക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ മിക്സിയിൽ എന്തെങ്കിലും സാധനങ്ങളിട്ട് അരയ്ക്കുന്നുണ്ടെങ്കിൽ ആദ്യം അല്പം വെള്ളം ചേർത്ത് മാത്രം അരച്ചെടുക്കുക. അപ്പോൾ നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടും. പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് അതിലോട്ട് എക്സ്ട്രാ വെള്ളം ചേർത്തിട്ട് അങ്ങ് അരച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വെള്ളമല്ല, നമ്മൾ വെട്ടി എടുത്ത് വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ വെള്ളമാണ്. നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതിലോട്ട്. അപ്പോൾ ഒരു ഗ്ലാസോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നോർമലായിട്ട് സാധാരണ നിങ്ങൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന നമ്മുടെ കരിക്കിൻ്റെ ഷേക്ക് എന്ന് പറഞ്ഞ് കിട്ടുന്നതിൽ അതിലെന്താ ചെയ്യുക, അവർ പാല് ചേർക്കാറുണ്ട്. പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് ആദ്യം തന്നെ കുറച്ച് ഫ്രീസറിൽ വെച്ചതിന് ശേഷം നല്ല അത്യാവശ്യം കട്ടിയിലാക്കിയിട്ട് ആ ഐസ് ക്യൂബ്സ് പോലെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. എന്നിട്ട് അടിച്ചെടുക്കും. പിന്നെ ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് അവർ ഒന്നില്ലെങ്കിൽ വാനില എസൻസ് ഒഴിക്കാറുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഏലക്കായുടെ പൗഡറും ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വേറെ ഒരു ടേസ്റ്റും സ്മെല്ലായിട്ട് മാറും. അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. ഇപ്പോൾ ഒരു ഗ്ലാസ് കരിക്കിൻ്റെ വെള്ളവും ഒരു ഗ്ലാസ് പാലുമാണ് അതിൻ്റെ രീതിയിൽ കണക്ക് കേട്ടോ. പക്ഷേ എനിക്കത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കാത്തത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ അതിന് ഷേക്ക് നമുക്ക് പറയാൻ പറ്റും. ഇതിപ്പോൾ വെറും ജ്യൂസ് തന്നെയാണിത് സംഭവം. അപ്പോൾ ഞാൻ കരിക്കിൻ്റെ വെള്ളവും കരിക്കിൻ്റെ പൾപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് അടിച്ച് കൊണ്ടുവരാം ഞാൻ. ഓക്കെ, അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 5-6 ഐസിൻ്റെ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഐസിൻ്റെ ക്യൂബ്സ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഈ കഴമ്പ് എടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അതിനുശേഷം 4 വെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ടാവും. തണുപ്പോട് കൂടി കഴിക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാത്ത കാരണം ഇതിലേക്ക് കുറച്ച് ഐസ് ഇടാൻ പോവാണ്. ഒരു 5-6 കഷ്ണം ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങ് അടിച്ചെടുക്കാം. ഒരുപാട് കട്ടി ഉണ്ടാവാൻ പാടില്ല. ഒരുപാട് കട്ടി ഉണ്ടെങ്കിൽ കുടിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഇതിൻ്റെ കരിക്കിൻ്റെ വെള്ളത്തിൻ്റെ എമൗണ്ട് കൂട്ടി കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസും കൂടെ ഒഴിക്കാൻ പോകണം. 2 ഗ്ലാസ് എടുക്കണില്ല കേട്ടോ. 1.5 ഗ്ലാസ് വെള്ളമാണ് മൊത്തത്തിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ച് കൊണ്ടുവരാം. അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. എനിക്ക് ഇച്ചിരി അല്പം മധുരം വേണം, ജാന് മധുരം വേണ്ട. അപ്പം ഞാനിതിലേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പം ഇത് കറക്റ്റ് 2 വലിയ ഗ്ലാസ് കരിക്കിൻ്റെ ജ്യൂസാണ്. നമുക്ക് അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കഴമ്പ് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയിട്ട്, അത് കഴിക്കാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഫോട്ടോ എടുത്തതിന് ശേഷം പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എത്രയുള്ള പരിപാടി കേട്ടോ. സംഭവം കിടുവാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ആദ്യം തന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. ഫ്ലേവറിങ്സ് ഒന്നും ചേർക്കാണ്ട് പാലൊന്നും ഒഴിക്കാണ്ട് ഇതുപോലെ ചെയ്ത് നോക്കുക. അതിന് ശേഷം പാൽ ഒഴിച്ചുകൊണ്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. മറ്റേതൊരു പാൽ ചേർത്തുള്ള പാലിൻ്റെ സ്മെല്ലായിരിക്കും മുന്നോട്ട് നിൽക്കുക, പാലിൻ്റെ ഫ്ലേവറായിട്ട് മുന്നോട്ട് നിൽക്കുക. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള സംഭവമല്ലേ. പിന്നെ എന്തിനാ വേണ്ടാത്ത ഫ്ലേവേഴ്സൊക്കെ ചേർക്കുന്നതാണ് എൻ്റെ അഭിപ്രായം പേഴ്സണലി. പക്ഷേ അതൊക്കെ ഡിപ്പെൻസ്, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഫോട്ടോ എടുക്കട്ടെ. അതിന് ശേഷം ഒരു ഗ്ലാസ്സിൽ മാത്രം പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഫോട്ടോ എടുത്തു കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് എനിക്ക് മിക്സ് ചെയ്യാൻ പോവാണ്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ കുറച്ച് കഴിച്ച് നോക്കട്ടെ. ആഹാ, എന്താ രുചി. ഭയങ്കര റീഫ്രഷിങ് ഫീലിംഗ് ആണ് കേട്ടോ. ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് വിശക്കില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി പീസി ആയിട്ടുള്ള നമ്മുടെ കരിക്ക് ജ്യൂസ്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ചേട്ടാ
കരിക്ക് ജ്യൂസ്. ജ്യൂസ് ജ്യൂസ് ജ്യൂസ്. ഇത് ബീച്ചിൽ വല്ല ഇരുന്ന് കഴിക്കണ്ടായിരുന്നു. ജോലിയുടെ അല്ല, പഞ്ചസാര ഇട്ടിട്ടില്ല. ഇതിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. പഞ്ചസാര ഇട്ടാ കുറച്ചുകൂടെ നന്നായി. അപ്പൊ രണ്ടു തന്നെ കൊണ്ട് തന്നെ കുടിപ്പിക്കും. പഞ്ചസാര ഇട്ട ജ്യൂസ് കഴിച്ചോളൂ. ഉള്ള കാര്യമുള്ള പോലെ പറയണ്ട. ചീത്ത പറഞ്ഞിട്ടാണ് പഞ്ചസാര ഇടിക്കാണ്ടിരുന്നത്. പഞ്ചസാര ഇട്ടത് പഞ്ചസാര ഇട്ടതല്ല, ലൈറ്റ് ആയിട്ട് പഞ്ചസാര ഇട്ടുള്ള കുറച്ച് പഞ്ചസാര ഇട്ടത് നല്ലത്. പഞ്ചസാര ഇട്ടത് നല്ലതാണ് കേട്ടോ. അപ്പൊ താങ്ക് യു, ബൈ. സത്യസന്ധമായ അഭിപ്രായങ്ങൾ സമീപിക്കുക. അയ്യോ ഫോക്കസ്. നമ്മുടെ നാട്ടില് ഓപ്പോസിറ്റ് വേലാണ് അവര് കട്ട് ചെയ്ത് തരിക. അവിടെ നേരുന്ന പയ്യൻ അവന് പറ്റിയ രീതിയിൽ കട്ട് ചെയ്തു. അയ്യോ, നമ്മുടെ നാട്ടില് കണ്ണിന്റെ ഭാഗമാണ് കട്ട് ചെയ്ത് തരാം. മാറുന്നല്ലേ? 1 2. ഓക്കെ, ഒരു പേർക്ക് റെഡി ആയിട്ടുണ്ട്. കത്തിയോട് വാങ്ങിച്ചത് ഇത് ഭയങ്കര എളുപ്പം. തൊടുമുളകിന് മുറിഞ്ഞത് കരിക്ക് മുറിച്ചു. ഈ 2 കരിക്കാണ് നമ്മള് ജ്യൂസ് ഉണ്ടാക്കാൻ പോണം. ഇത് ആ കറിയൊക്കെ ആവണ്ടാ. പിന്നെ എന്റെ കറുത്ത ബനിയനില് അല്ലെങ്കിൽ ബ്ലൂ ബനിയനിൽ എന്ത് കറിയൊക്കെ അറിയാം. ഞാൻ പ്രകാശനില് ഫാസില് കരിക്കുടിണ്ടായിരുന്നു. പാട്ട് സീനിൽ അതിലെ മോഹൻലാലിനെ ശോഭനയുടെയാന്ന് ഒരേപോലത്തെയാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നത്. സെയിം സീൻ തന്നെ ആണ് റീപ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ നാടോടി കാറ്റാണ് ഏതിലത്തെയും ശോഭനയും കൂടി ഉണ്ട് വാങ്ങിച്ചു കൊടുത്തിട്ട്. എല്ലാവരുടെ നാടാണോ? സത്യനാന്തികാരന്റെ സിനിമയാന്ന് പറഞ്ഞു. എല്ലാ സത്യനാന്തികാരന്റെ സീനില്ല. ഇതാണ് നമ്മുടെ കരിക്ക് ജ്യൂസ് എടുക്കാനുള്ള കരിക്കിന്റെ കഴമ്പ്. ഈ ഒരു പരിവായിരിക്കുന്ന കഴമ്പാണ് ഏറ്റവും നല്ലത്. ചിലടും ഒരുപാട് ആ ബ്ലാക്ക് ആയിട്ടുള്ള കളർ എടുക്കണ്ട കേട്ടോ. പരുവത്തിന്റെ പേര് പറയരുത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് മാമ ഒരു നല്ല സാധനം കഴിക്കാന്ന് വെച്ചപ്പോഴേക്കും ഞാൻ അതിനെ വൃത്തികേട് പറഞ്ഞു കണ്ടിട്ട് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. എനിക്കത് അറിയില്ലായിരുന്നു. അവിടെ പാവി പിന്നെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഈ കരിക്കിനെ അങ്ങനത്തെ ഒരു സാധനമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടിട്ടില്ല. അത് ഏത് വീഡിയോയിലായിരുന്നു? എന്താ പറയാ, അനാവശ്യം പറഞ്ഞുണ്ടാകുന്നു. ഏത് വീഡിയോയിലായിരുന്നു പറയൂ. ഇല്ലാത്ത കാര്യത്തിന് പറഞ്ഞുണ്ടാക്കിട്ട് എന്റെ മേലിൽ കുറ്റം ചുമത്തുന്നു. ആവശ്യങ്ങളൊക്കെ എനിക്ക് പഠിപ്പിച്ചു. അടപ്പാവി. ശരി, എല്ലാവർക്കും അറിയാം ആരാണ് അതിന്റെ ആസ്ഥാന നായകൻ. എന്നിട്ട് അവസാനം പാവ എന്റെ മേല് ഈ കുറ്റം ചാർത്താൻ എന്റെ ജീവിതത്തില് ആ ഒരു സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കി. ഒരു സ്കൂളിൽ നിന്ന് പുറത്താക്കില്ല, എന്നാ എവിടെ നിന്ന് ആരും പുറത്താക്കിയിട്ടില്ല. അത് ഈ അല്ലെങ്കിലും ഈ ക്ലാസ്സിൽ വർത്താനം പറഞ്ഞ് പിടിക്കുന്നതൊക്കെ വർത്താനത്തിന് തുടക്കണവരെയല്ല, പാവം ഒന്നും അറിയാത്ത ആൾക്കാരെ പിടിക്കുക. അയ്യോ പാവം, ഇത്രയും പാവം ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ക്ലാസ്സിൽ എപ്പോഴും എന്നെ വർത്താനം പറഞ്ഞു പിടിക്കുന്നു. പക്ഷെ ഞാനായിരിക്കില്ല വർത്താനത്തിന് തുടക്കം. ടീച്ചർ നോക്കുന്ന സമയം നോക്കി നമ്മളോട് എന്തെങ്കിലും ചോദിക്കുന്ന ആ കൂട്ടുകാരുണ്ടല്ലോ, മനോഹരമായ ഓർമ്മകൾ. മനോഹരമായി തേച്ചിട്ട് പോകില്ലേ. പലതിനും തീപ്പൊരി തുടങ്ങുന്ന ആരെയും ഞാൻ ഒന്നിനും തീപ്പൊരി തുടങ്ങിയിട്ടില്ല. മനുഷ്യന്റെ കൈ പോലെ ഞരമ്പുകളിൽ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രായം പറഞ്ഞിരുന്നോ? വെറുതെ കഴിച്ച പോലെ എന്തിനാ കഷ്ടപ്പെട്ട ജ്യൂസൊക്കെ ഉണ്ടാക്കണം. ഇത് ജ്യൂസ് ആവാൻ ഇത്തിരി കഷ്ടപ്പെടും പലരും. ചേർന്നപ്പോ തന്നെ കഴിപ്പോടും.
ഇച്ചിരി കിട്ടുള്ളൂ ബാക്കി. പിന്നെ ജ്യൂസായി വരുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്തിനാണ് കട്ടപ്പന ബാഹുബലി പോകുന്നതെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. ഇവര് ചോദിച്ച കാരണം മാത്രം ഞാൻ ഇടുന്നതാ. അവര് ചോദിച്ച റെസിപ്പി അല്ല ഞാൻ ഇടുന്നത്. അവര് ചോദിച്ചതില് ഷെയ്ക്കാണ് അവര് ചോദിച്ചതിൽ, അല്ലെങ്കിൽ പാല് ചേർക്കും. പാല് ചേർത്ത് കഴിഞ്ഞാൽ കരിക്കിന്റെ ടേസ്റ്റ് കൊണ്ട് മാറിയില്ലേ, ഒരുമാതിരി പാലിന്റെ ചുവ വരും. എനിക്കത് ഇഷ്ടമല്ല. ഇത് നമ്മള് ചെയ്യുന്ന രീതിയിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. അതെ. ഇപ്പൊ താങ്കൾക്കാണെങ്കിൽ ഇതിൽ പഞ്ചസാര ഇടുന്ന ഇഷ്ടമില്ല, പക്ഷെ ഞാനിതില് പഞ്ചസാര എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇടും. താങ്കൾക്ക് പക്ഷെ ഇല്ലാണ്ട് അത്രേ ഉള്ളൂ. അത് ചോദിക്കില്ല എന്തിനാ ഇപ്പൊ ഇത് വെറുതെ കരിക്കുമ്പോഴെ കുടിച്ച പോലെ നിങ്ങളൊന്ന് ചോദിക്കാം. ചോദിക്കും എനിക്കറിയാം, പക്ഷേ ചോദിച്ചറിയങ്ങളെ ഞാൻ ചിരിച്ച് എതിരിടും.